ഈ ഒരു വീഡിയോയിൽ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കോട്ടൺ ഹെക്കോബയിൽ ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക്, ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്ന സെറ്റ്സ് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് കാണാൻ നല്ല ഭംഗിയാണ്. 4 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതുപോലെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ബഗണ്ടി വൈൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ്, നല്ലൊരു ഗ്രീൻ. അതിൻ്റെ കോമ്പിനേഷൻസ് നോക്കി ഇതേപോലെ നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. അതിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗ്രീൻ്റെ പോലത്തെ ഒരു കോമ്പിനേഷൻസ് ആണ് അതിൽ കൊടുത്തേക്കുക. പിന്നെ നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ്, അതിൽ റെഡിൻ്റെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പീച്ചിൻ്റെ ഡാർക്ക് പീച്ച് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കോട്ടൺ ഹെക്കോബ ഫാബ്രിക് ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ഫ്രണ്ടിലാണ് ഈ ഒരു ഹെക്കോബ വിത്ത് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് നമ്മുടെ ഗഡ്വാൾ ഫാബ്രിക്കിലും സെയിം കോമ്പിനേഷൻസിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ബോർഡർ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ആ ഒരു കോൺട്രാസ്റ്റ് ടോണും കൊണ്ട് സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. പിന്നെ ബാലൻസ് ഏരിയയിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് വിത്ത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ, ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ഗ്രീൻ ആണ്. ഭയങ്കര തെളിച്ചല്ല, കുറച്ചൊരു ഡസ്റ്റി ഫിനിഷ് വരുന്ന കൈൻഡ് ഓഫ് ഒരു ഗ്രീൻ ആണ് വന്നേക്കുക. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ടൊരു ഡാർക്ക് സാൻഡലിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുക. സാൻഡൽ അല്ലെ ഒരു റസ്റ്റ് എന്നൊക്കെ പറയാം, ഒരു ഡാർക്ക് റസ്റ്റ് ടോൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുക. ദുപ്പട്ടയിൽ ഇതുപോലെ ബോർഡർ എംബ്രോയിഡറി, ഗഡ്വാൾ ദുപ്പട്ട വിത്ത് നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ എംബ്രോയിഡറി, പിന്നെ ഓൾ ഓവർ എംബ്രോയിഡറി മോട്ടീവ്സ് വരുന്നുണ്ട്. ലിനൻ കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുക. കോട്ടൺ ഹെക്കോബയാണ് ടോപ്പിന്റെ ഫാബ്രിക്. ഇതാണ് അതിലെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത്. ഒരു മെറൂണിഷ് ടോൺ ആണ് വന്നേക്കുന്നത്. പാറ്റേൺസ് സെയിം. എല്ലാത്തിലും ഈ യോക്കിൽ വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലൊരു കൈൻഡ് ഓഫ് ഗ്രീൻ ഗ്രാം ടോൺ ആണ് ഈ എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ഇതേപോലെ വരും ഉണ്ട് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. എല്ലാത്തിലും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഫാബ്രിക് സെയിം ആണ്. 4 കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ദുപ്പട്ട ഗഡ്വാൾ വിത്ത് സെയിം പാറ്റേണിൽ തന്നെ ഫുള്ളി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ടോപ്പിൽ വരുമ്പം എംബ്രോയിഡറി വർക്ക്, ആ ഒരു കോൺട്രാസ്റ്റ് കോമ്പോയിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്. ഇതാണ് ഇത് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്, നേവി ബ്ലൂ ടോൺ. ഇതിൽ വന്നിട്ടൊരു മെറൂണിഷ് ടോൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് യോക്കിൽ കൊടുത്തേക്കുക. ബാലൻസ് ഏരിയ ഫുള്ളും കോട്ടൺ ഹെക്കോബ, അതായത് കട്ട് വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്കാണ് ടോപ്പ് ഓൾ ഓവർ വരുന്നത്. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് വരുന്നു. അതും കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. അതിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഫ്രണ്ടിലാണ് കോട്ടൺ ഹെക്കോബ കൊടുത്തേക്കുന്നത്. ഇത് മൾട്ടി കളേർഡ് അല്ല, സിംഗിൾ കളേർഡ് എംബ്രോയിഡറി, കോൺട്രാസ്റ്റ് എംബ്രോയിഡറി യോക്കിൽ വരുന്നു. എന്നാലും ഓവറോൾ ലുക്ക് സെയിം പാറ്റേൺ ഓഫ് ദുപ്പട്ട, ബോർഡർ എംബ്രോയിഡറി വരുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റ് അല്ല, അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ നിൽക്കുന്ന എംബ്രോയിഡറി വർക്കാണ് എൻ്റെ ദുപ്പട്ട ബോർഡറിൽ ചെയ്തേക്കുന്നത്. ലിനൻ കോട്ടൺ ബോട്ടമാണ് എല്ലാത്തിലും പെയർ ചെയ്തേക്കുക. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള, നമുക്ക് ലൂസായിട്ടും അല്ലെങ്കിൽ പലാസോ സ്റ്റൈൽ ബോട്ടം ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിലൊരു ലൈറ്റ് ആയിട്ടൊരു നെക്ക് ലൈൻ പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് ഇതിൽ വരുന്നത്. റേറ്റ് 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 4 കളർ ഷെയ്ഡ്സിലാണ്, 4 കളർ ബേസ് കളേഴ്സിലും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത്. കോട്ടൺ ഹെക്കോബ ഫാബ്രിക്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്